കേരളത്തിന്റെ സാംസ്കാരിക നഗരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തൃശൂർ ജില്ലയ്ക്കും പാലക്കാട് ജില്ലയ്ക്കുമിടയിലുള്ള മനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണിത്. ഈ പ്രദേശത്തിന്റെ പേര് താണിക്കുടം. കേരളത്തിലെ പ്രശസ്തമായൊരു കാർഷിക ഗ്രാമമാണ് താണിക്കുടം. ഈ നാട്ടിലെ 80% ആളുകളും കർഷകരാണ്, മണ്ണിൽ നിന്ന് പൊന്നു കൊയ്യുന്നവർ. ഓരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ കൃഷിഭൂമി വെട്ടിനിരത്തി കോൺക്രീറ്റ് സൗധങ്ങളാക്കുമ്പോൾ അതിന് ഒരപവാദമാണ് ഈ നാടും നാട്ടുകാരും. കണ്ടില്ലേ, നോക്കെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന കൃഷിഭൂമികൾ. മണ്ണിനെ സ്നേഹിക്കുന്ന ഈ ജനതയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ കാണുന്ന ഭൂമി. ഒരു തരി മണ്ണുപോലും പാഴാക്കാതെ കൃഷി ഇറക്കുകയാണിവർ. ഇവിടെ ഓരോ കർഷകന്റെയും ജീവിതത്തിന്റെ ഭാഗമാണ് ഈ കൃഷിഭൂമികൾ. വിഷു. പടക്കം പൊട്ടിച്ചും പണവും വസ്ത്രവും പരസ്പരം കൈമാറിയും നമ്മൾ വിഷു ആഘോഷിക്കുമ്പോൾ മണ്ണിൽ പൊന്നു വിളയിച്ച് അതിൽ നിന്നുള്ള കൈനീട്ടത്തിന് കാത്തിരിക്കുകയാണ് ഈ ഗ്രാമവും ഗ്രാമവാസികളും. ഇവർക്ക് വേണ്ടതെല്ലാം ഈ മണ്ണ് കൊടുക്കുന്നുണ്ട്. മലയാളിയുടെ ആഘോഷങ്ങൾക്ക് അരിക്കും പച്ചക്കറികൾക്കും വേണ്ടി അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ മലയാളികൾക്കെല്ലാം മാതൃകയായി ഒരുവിധം എല്ലാ പച്ചക്കറികളും ഇവിടെ വിളയിച്ചെടുത്ത് സ്വയം പര്യാപ്തമാവുകയാണ് ഈ കൊച്ചു ഗ്രാമം. വെറുമൊരു ആഘോഷം എന്നതിനേക്കാൾ ഉപരിയായി ഇവരുടെ കാർഷിക വിളവെടുപ്പ് കാലം കൂടിയാണ് വിഷു. ഒരു വർഷം നീണ്ടുനിന്ന ഇവരുടെ അധ്വാനത്തിന്റെ ഫലം കൂടിയാണ് ഈ വിഷുക്കാലം. അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ നിന്നുള്ള കൈനീട്ടത്തിനായി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ ജനത. കൃഷി ഒരു ഉപജീവന മാർഗം എന്നതിനേക്കാളും ഉപരി ഒരു ആഘോഷം കൂടിയാണ് ഈ നാട്ടുകാർക്ക്. അതുകൊണ്ട് തന്നെ നാടൻ പാട്ടുകളുടെ ഏറ്റവും പ്രചാരമുള്ള ഒരു ഗ്രാമം കൂടിയാണ് ഇത്. ഇവരുടെ ഓരോ അധ്വാനത്തിലും ഈ നാടൻ പാട്ടുകളുടെ ശീലുകൾ അനുഭവിച്ചറിയാം. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു തൊഴിലാണടോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ കന്നുപൂട്ടലാണ്. കന്നുപൂട്ടലെങ്ങനടി മോതിരക്കുറത്തി, കന്നുപൂട്ടലങ്ങനെ പിന്നിങ്ങനെ പിന്നങ്ങനെ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു തൊഴിലാണടോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ കട്ടതല്ലലാണടോ. കട്ടതല്ലലെങ്ങനടി മോതിരക്കുറത്തി, കട്ടതല്ലലങ്ങനെ പിന്നിങ്ങനെ പിന്നങ്ങനെ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു തൊഴിലാണടോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ വിത്തുവീതയാണടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു തൊഴിലാണടോ, ഞങ്ങളുടെ
നാട്ടിലൊക്കെ ഞാറുവലിയാണടോ. ഞാറുവലി എങ്ങനെ അടിമോതിരക്കൂറത്തി. ഞാറുവലി അങ്ങനെ പിന്നിങ്ങനെ പിന്നങ്ങനെ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു തൊഴിലാണടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാറുനടലാണടോ. ഞാറുനടലെങ്ങനെ അടിമോതിരക്കൂറത്തി. ഈ ദേശത്തിന്റെ ഭരദേവത കുടിയിരിക്കുന്ന ക്ഷേത്രമാണിത്. വെള്ളാനി മലഞ്ചെരിവിനടുത്ത് സ്ഥിതി ചെയ്യുന്ന താണിക്കുടം ഗ്രാമത്തിന്റെ ദേവതയാണ് താണിക്കുടത്തമ്മ. താണിക്കുടം എന്ന പേരിനും പ്രകൃതിയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. താണി എന്ന മരത്തിന്റെ ചുവട്ടിലാണ് ദേവിയുടെ മൂലപ്രതിഷ്ഠ. താണിമര ചുവട്ടിലായിരുന്നതിനാലും ദേവിക്ക് കുടയായി വൃക്ഷം നിൽക്കുന്നതിനാലും ഈ പ്രദേശത്തിന് താണിക്കുടം എന്ന പേരുണ്ടായി എന്നാണ് ഐതിഹ്യം. തങ്ങളുടെ കാർഷിക വിളകൾ ദേവിക്ക് അർപ്പിക്കുന്ന ഇവരുടെ ആഘോഷമാണ് ക്ഷേത്രത്തിനോടനുബന്ധിച്ച് നടക്കുന്ന വിഷുവേല. ഇവരുടെ ഒരു വർഷത്തെ പ്രയത്നം ദേവിക്ക് മുന്നിൽ അർപ്പിക്കുമ്പോൾ ഇവരുടെ തനതായ നാടൻ കലകളും ഇവിടെ അരങ്ങേറുന്നു. താണിക്കൂടത്തമ്മ ഭദ്രകാളി ഇങ്ങനെ എത്ര വിഷമങ്ങളുണ്ടു പറയുവാൻ, എത്ര പാണിയുണ്ടാനന്ദനൻ. എല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ട കലകൾ. ഇവരുടെ ഈ അർപ്പണഭാവമാകാം ദേവിയുടെ അനുഗ്രഹം മണ്ണിന്റെ കൈനീട്ടമായി ഇവർക്ക് ലഭിക്കുന്നത്. ഇവിടുത്തെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, മറ്റ് ക്ഷേത്രങ്ങളിൽ ദേവീദേവന്മാർ ആറാട്ടിനായി പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ ഇവിടെ പുഴ ക്ഷേത്രസന്നിധിയിൽ ഒഴുകിയെത്തി ആറാട്ട് നടക്കുന്നത് വലിയ ജനക്കൂട്ടത്തെ ആകർഷിച്ചു വരുന്നു. എല്ലാ വർഷവും ആറാട്ട് നടക്കുന്ന, ചില വർഷങ്ങളിൽ ഒന്നിൽ കൂടുതൽ ആറാട്ട് നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ നിലനിൽക്കുന്നു. ഈ ആറാട്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഐശ്വര്യമായി കണക്കാക്കി വരുന്നു. ആറാട്ടില്ലാതെ വന്നാൽ അതൊരു അശുഭ ലക്ഷണമായാണ് ഭക്തജനങ്ങൾ കണക്കാക്കുന്നത്. ഇവിടെ പ്രകൃതി, ആ രീതിയിൽ പ്രകൃതി ദേവിയുമായി സമന്വയിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ, മുമ്പൊക്കെ പൊയ്മുഖം വെച്ച കുതിര വേലയായിരുന്നു ഇവിടെ നടന്നു വന്നിരുന്നത്. എന്നാൽ 1967 ആനയെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഉത്സവം ആരംഭിക്കുകയും അതിന്നും നടന്നു വരുന്നു. ആ ആനയെ എഴുന്നള്ളിച്ചുള്ള ഉത്സവത്തിന് പുറമെ ഹരിജൻ വേല, കാളകളി, മുടിവേല, അതുപോലെ തെയ്യം, വിവിധ ദേശങ്ങളിൽ നിന്ന് വരുന്ന തെയ്യം, അതുപോലെയുള്ള കലാരൂപങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ ആഘോഷത്തെ വളരെ മനോഹരമാക്കി തീർക്കുന്നു.